നമസ്കാരം. ഇന്ന് 2025 മെയ് മാസം 13 ചൊവ്വാഴ്ച. ഈ വാർത്തയുടെ തുടക്കത്തിൽ ഈ തീയതി പറയുന്നത് ഇത്തരം വാർത്തകൾ പലപ്പോഴും ദീർഘകാലത്തിന് ശേഷം പുതിയ സംഭവം എന്ന നിലയിൽ വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഒരു കുടിയേറ്റ ധവളപത്രം പുറപ്പെടുവിച്ചു. എന്ന് വെച്ചാൽ നിയമപരമായ കുടിയേറ്റത്തിൻ്റെ അവസ്ഥ എന്താണെന്നും അതിന് എന്തെല്ലാം പരിഹാരമാണ് സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്നതും എന്നുള്ള ഒരു പോളിസി പേപ്പറാണ്. ഈ പോളിസി പേപ്പറിലെ നിർദ്ദേശങ്ങൾ കുടിയേറ്റ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള കർശന നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ധാരാളം കഥകൾ, വിശദീകരണങ്ങൾ, അനാലിസിസുകൾ പ്രചരിക്കുന്നു. UK-യിൽ ഇപ്പോൾ പുതുതായി ഒരുപാട് യൂട്യൂബർമാരുണ്ട്. ഓരോരുത്തരും അവരുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് മഹാജ്ഞാനം എന്ന നിലയിൽ പലതരം വിവരക്കേടുകളും വിളമ്പുന്നു. UK-യിലെ നിയമങ്ങളെക്കുറിച്ച് അനുഭവജ്ഞാനമുള്ളതുകൊണ്ട് കൃത്യമായ അവസ്ഥ വിശദീകരിക്കണമെന്ന് പറഞ്ഞ് പലരും എന്നെ ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വിശദമായി തന്നെ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടതൊന്നും നിയമങ്ങളല്ല, അവയെല്ലാം വൈറ്റ് പേപ്പറാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ നിയമങ്ങളാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇത് രാഷ്ട്രീയമായ ഒരു നിലപാട് പ്രഖ്യാപനമാണ്. അതിനൊരു കാരണമുണ്ട്. കുടിയേറ്റ നിയമങ്ങളാണ് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെയുള്ള തദ്ദേശീയരായ വെള്ളക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ സ്ട്രീറ്റ് എന്നാണ് കീർ സ്റ്റാർമർ പറഞ്ഞത്. അവരുടെ സ്ട്രീറ്റിൽ, നഗരത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു പരിചയവുമില്ലാത്ത കുടിയേറ്റക്കാരാണ്. അവർ നിയമപരമായി കുടിയേറിയവരാണോ, അഭയാർത്ഥികളാണോ, അതോ അനധികൃത കുടിയേറ്റക്കാരാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഏത് രാജ്യക്കാരാണെന്നും ആർക്കും അറിയില്ല. ബ്രിട്ടനിലെ ഏത് ചെറിയ ടൗണിൽ ചെന്നാലും 100 രാജ്യത്തെയെങ്കിലും പ്രതിനിധികളുണ്ടാവും. നമുക്കത് മനസ്സിലാവില്ല. കാരണം വളരെ കുറച്ച് വിദേശികൾ മാത്രമാണ് നമുക്കിവിടെയുള്ളത്. അവർക്ക് ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ആദരിക്കുന്നു. എന്നാൽ അവർക്ക് അർഹതപ്പെട്ട ജോലി എടുക്കുന്ന, അവർക്ക് അർഹതപ്പെട്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, സ്കൂളാവട്ടെ ആശുപത്രി ആവട്ടെ, അവയെല്ലാം ഉപയോഗിക്കുന്ന വിദേശികൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്വസ്ഥത ബ്രിട്ടനിൽ മാത്രമല്ല ലോകത്തെവിടെയുമുണ്ട്. കുടിയേറ്റ വിരുദ്ധ നിലപാടെടുക്കുന്നവർക്ക് ജനപിന്തുണ കിട്ടുന്നു. പൊതുവെ കുടിയേറ്റ അനുകൂല നിലപാടുള്ള ലേബർ പാർട്ടിയുടെ സർക്കാരാണ് UK ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റ വിരുദ്ധ നിലപാടുണ്ടാവാൻ പാടുള്ളതല്ല. എന്നാൽ പൊടുന്നനെ നൈജൽ ഫറാജ് എന്നു പേരുള്ള ഒരു നേതാവ് കുടിയേറ്റ വിരുദ്ധ നിലപാടിൽ ഉറച്ചുകൊണ്ട് ട്രംപ് മോഡലിൽ രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങി രംഗത്ത് വരികയും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ റിഫോം UK ജയിക്കുകയും നൈജൽ ഫറാജ് പ്രധാനമന്ത്രിയാവുകയും ചെയ്യും. അത് തടയിടാൻ വേണ്ടിയാണ് കീർ സ്റ്റാർമർ ഇപ്പോൾ മനസ്സോടെ പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനങ്ങളിൽ എല്ലാം അതേപടി നടപ്പിലാവണമെന്നില്ല. ആദ്യം ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കണം. ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കണം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇത് പാസ്സാക്കണം. എന്നിട്ട് ഒപ്പുവെച്ചാൽ മാത്രമേ നിയമമാകൂ. അതിനൊരു ലീഗൽ വെറ്റിംഗ് ഉണ്ട്. അപ്പോൾ പലതും സാധിച്ചെന്ന് വരില്ല. മനുഷ്യാവകാശ നിയമങ്ങൾ അടക്കമുള്ളവ പരിഗണിക്കാതെ അവ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപിക്കപ്പെട്ടത് എല്ലാം നടപ്പിലാകും എന്ന് ഉറപ്പില്ല എന്ന് പറയാം. ആദ്യമേ പറയട്ടെ. രണ്ടാമത് പറയാനുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പല നിയമങ്ങളും UK-യിൽ താമസിക്കുന്നവരെ പാനിക്കാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്നവ തന്നെയാണ്. ഉദാഹരണത്തിന് PR കിട്ടണമെങ്കിൽ 5 വർഷം മതി ഇപ്പോൾ. അതായത് 5 വർഷം തുടർച്ചയായി ബ്രിട്ടനിൽ ജോലി ചെയ്താൽ പെർമനന്റ് റെസിഡന്റ് ആവും. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് വിസ അപേക്ഷയ്ക്ക് കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ സ്ഥിരമായി ജോലി ചെയ്യാം, ആനുകൂല്യങ്ങളും കിട്ടും. മാത്രമല്ല NHSന്റെ സർചാർജ് കൊടുക്കേണ്ട, കുട്ടികളുടെ ചൈൽഡ് ബെനിഫിറ്റും അടക്കമുള്ളവ കൈപ്പറ്റാം. ആ പെർമനന്റ് റെസിഡൻസിയുടെ പീരീഡ് 10 വർഷമാക്കി മാറ്റുകയാണ്. അതുപോലെ കെയറർമാർക്ക് ഇനി വിസ കൊടുക്കില്ല. ഇത്തരം ഒരുപാട് നിയമങ്ങൾ വരുമ്പോൾ UK-യിൽ താമസിക്കുന്നവരെ അസ്വസ്ഥപ്പെടുത്തുക സ്വാഭാവികമാണ്. എന്നാൽ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ബ്രിട്ടൻ ഒരു പരിഷ്കൃത രാജ്യമാണ്. അവർ ഒരിക്കലും പറഞ്ഞ വാക്ക് തെറ്റിക്കാറില്ല. അവർക്ക് അങ്ങനെ തെറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് UK-യിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ UK-യിൽ എത്തുമ്പോൾ എന്തായിരുന്നു നിയമം, ആ നിയമമായിരിക്കും നിങ്ങൾക്ക് ബാധകമാവാൻ സാധ്യത. ഞാൻ 100% ഉറപ്പ് പറയുകയല്ല. ബ്രിട്ടൻ്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാണ്. ആകെ അവർ മാറ്റം വരുത്തിയത് HSMP എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടായിരുന്നു, ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് പ്രോഗ്രാം. കഴിവുള്ളവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ പ്രത്യേക വിസയിലൂടെ അവിടെ കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് നിയമം റദ്ദാക്കി. ആ നിയമത്തിൽ അവിടെ എത്തിയവർക്ക് അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടാൻ തടസ്സമുണ്ടായി. അവർ കോടതിയിൽ പോയി. കോടതി പറഞ്ഞു, നിങ്ങൾ എന്ത് നിയമം വേണമെങ്കിലും നടപ്പിലാക്കിക്കോളൂ, പക്ഷെ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ് ഇവിടെ ഓരോരുത്തരെ കൊണ്ടുവന്നാൽ പിന്നെ അവരെ ചതിക്കരുത്. അതുകൊണ്ട് അവർക്ക് പെർമനന്റ് റെസിഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു.
അതായത് നിയമം പുതുതായി വരുന്നവർക്ക് ബാധകമാവാം, നിലവിലുള്ളവർക്ക് ബാധകമല്ല എന്നർത്ഥം. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ലേബർ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് അവരത് ശ്രദ്ധിക്കും. അതുകൊണ്ട് UK നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിയമപരമായി അവിടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല. അത് പല പരിഷ്കാരങ്ങളുമുണ്ട്. അത് നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങളുടെ PR 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ കിട്ടാനാണ് 99% സാധ്യത. ഞാൻ 100% പറയുന്നില്ല, കാരണം നിയമമായിട്ടില്ല, ആർക്കൊക്കെ ബാധകമാണ് എന്ന് സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ 99% സാധ്യത UK എത്തിയവർക്ക് PR-നെയോ UK എത്തിയവർക്ക് വിസ പുതുക്കലിനെയോ ഇത് ബാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് ആരും പാനിക്കാവേണ്ടതില്ല. അതേസമയം UK പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇത് തിരിച്ചടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിസ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, പോകാം, അവിടെ ചെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാണോ നിയമം നടപ്പിലാകുന്നത് അന്നു മുതലായിരിക്കും പുതിയ നിബന്ധനകൾ ബാധകമാവുന്നത്. നടപ്പിലാകുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ വൈറ്റ് പേപ്പർ ഇനി ബില്ലായി നിയമമാകാൻ സമയമെടുക്കും. അതുകൊണ്ട് തൽക്കാലം വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല. എന്നാൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളവയാണ്. അവ നടപ്പിലാക്കി തുടങ്ങി. ഉദാഹരണത്തിന് സ്റ്റുഡൻറ് വിസയിൽ പോകുന്നവരുടെ ഡിപ്പെൻഡന്റ് അല്ല ആശ്രിതർക്ക് വിസ, വർക്ക് ചെയ്യാൻ അനുവാദമുള്ള വിസ 2024 മുതൽ നടപ്പിലാക്കിയിരുന്നു. അത് വീണ്ടും ആവർത്തിച്ചതാണ്. നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസയിൽ പോകാം, അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലം ജോലി ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ അല്ലെങ്കിൽ ആശ്രിതരെ കൊണ്ടുവരാൻ സാധ്യമല്ല. കൊണ്ടുവന്നാൽ അവർക്ക് ജോലി കിട്ടില്ല. കെയറർമാർക്കും അതിപ്പോൾ ബാധകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതൊന്നും നിയമമായിട്ടില്ല. ഇത് നിയമമാകുന്നത് വരെ നിലവിലുള്ള നിയമമായിരിക്കും ബാധകം. ഇനി നമുക്ക് എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്, അതെങ്ങനെ ബാധിക്കും എന്ന് പരിശോധിക്കാം. സ്കിൽഡ് വർക്കർമാർ, അതായത് വർക്ക് പെർമിറ്റ് കിട്ടി അവിടേക്ക് പോകുന്നവർ, IT-കാരാവട്ടെ, ഏതെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടുന്നവർ, ഈ സ്കിൽഡ് വർക്കർമാരുടെ യോഗ്യത കൂട്ടി. അവർക്ക് അവിടെ ജോലി കിട്ടാനുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു. അവരുടെ യോഗ്യത മിനിമം ഡിഗ്രി ആക്കി. ഇപ്പോൾ A ലെവൽ മതിയായിരുന്നു, RQF 3 മതിയായിരുന്നു, ഇപ്പോൾ RQF 6 ആക്കി. ഡിഗ്രി ഉണ്ടാവണം. അതായത് നിങ്ങളിവിടെ ജനറൽ നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടില്ല, BSc നേഴ്സ് തന്നെ ആവണമെന്ന് അർത്ഥം. അതുപോലെ ഇംഗ്ലീഷ് യോഗ്യത ഉയർത്തിയിട്ടുണ്ട്, ജോലിക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് യോഗ്യത ഉയർത്തിയിട്ടുണ്ട്. അതായത് ഒരു ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് ഒരു ഒഴിവുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ഷോർട്ടേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അവിടെ മാത്രമാണ്, വൈകാതെ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. അതേസമയം ഇപ്പോൾ ഏതെങ്കിലും വർക്ക് പെർമിറ്റിൽ സ്കിൽഡ് ലേബറായിട്ട് അവിടെ എത്തിയിട്ടുള്ളവർക്ക് സ്വിച്ച് ചെയ്യുന്നതിനും മറ്റും 2028 വരെ തടസ്സമുണ്ടാവില്ല. രണ്ടാമത് കെയറർ വിസയാണ്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ UK എത്തിയത് കെയറർ വിസയിലാണ്. നേരത്തെ കെയറർ വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഴ്സാവണമായിരുന്നു. എന്നാൽ ഒരു യോഗ്യതയുമില്ലാത്തവർക്കും അവിടെ കെയറർ വിസ കൊടുത്തിരുന്നു. കാരണം കോവിഡിന് ശേഷം ആൾക്ഷാമം ഉണ്ടായപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സ്റ്റുഡൻറ് വിസയിൽ പോയ ഒട്ടുമിക്ക മലയാളികളും കെയറർ വിസയിലേക്ക് മാറിയിട്ടുണ്ട്. കെയറർ വിസ ഇനി മുതൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോവില്ല, അത് എടുത്തു കളഞ്ഞിരിക്കുന്നു. അതായത് UK പുറത്തുള്ള ആർക്കും കെയറർ വിസന് കിട്ടില്ല. നാട്ടിൽ നിന്നോ മറ്റെവിടെ നിന്നോ നിങ്ങൾ UK കെയറർ വിസയിൽ പോവുക സാധ്യമല്ല. 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ കെയറർ വിസയിൽ അവിടെ UK ഉള്ളവർ, അവരുടെ വിസ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തടസ്സമൊന്നുമില്ല. നിലവിലുള്ള നിയമങ്ങൾ തന്നെയാണ് ബാധകം. സ്റ്റുഡൻറ് വിസയിലും മറ്റും UK അനേകം കെയറർമാരുണ്ട്. അവരുടെ വിസ കാലാവധി 2.5 വർഷം 3 വർഷം വരെയാണ് ആദ്യം കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തടസ്സമൊന്നുമില്ല. UK ഉള്ളവർക്ക് ഇപ്പോഴും വിസ പുതുക്കുകയോ ജോലി മാറുകയോ ചെയ്യാം, ഒരു തടസ്സവുമില്ല. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ നിന്ന്, അതായത് UK പുറത്തുനിന്ന് പുതുതായി ആരെയും എടുക്കുകയില്ല. ഈ പുതുക്കാനുള്ള അവകാശം 2028 വരെയാണ്. 2028 മുമ്പ് പുതുക്കൽ പൂർത്തിയാവണം. അത് കഴിഞ്ഞാൽ അത് ബാധകമല്ല. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കെയറർ വിസയുടെ കാര്യം അങ്ങനെയാണ്. അത് ഈ അടുത്ത കാലത്ത് മാത്രം തുടങ്ങിയതാണ്. ഈ കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിനിടയിൽ 3 തവണയെങ്കിലും കെയറർ വിസ തുടങ്ങുകയും നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻ ആവശ്യത്തിന് കെയറർമാരെ കിട്ടാതെ വരുമ്പോൾ തുറന്നു കൊടുക്കും, ആവശ്യത്തിനാകുമ്പോൾ നിർത്തും. അത് ബ്രിട്ടന്റെ ഒരു രീതിയാണ്. ഇനിയും ഇത് കുറേ കാലത്തിന് ശേഷം തുറക്കാം. കെയറർ വർക്കിന്റെ ശമ്പളം അവിടെ തീരെ കുറവാണ്, മിനിമം വേജ് മാത്രമാണ്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പണിയെടുത്താലും പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്താലും ഒക്കെ കിട്ടുന്ന അതേ ശമ്പളമേ കെയറർക്കും കിട്ടും. അതേസമയം സൂക്ഷ്മതയുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പൊതുവെ കെയറർ ജോലിക്ക് പോവാറില്ല. അതുകൊണ്ടാണ് വിദേശികളെ കൊണ്ടുവരേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ നേഴ്സിംഗ് ഹോം ഉടമകൾ ഞങ്ങൾക്കിത് പൂട്ടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. കെയറർ വിസ കൊടുക്കണമെങ്കിൽ ശമ്പളം കൂട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആര് കൊടുക്കും? കെയറർമാരുടെ ശമ്പളം തൊഴിലുടമകൾ കൊടുക്കണമെങ്കിൽ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഒരു പ്രതിസന്ധി താൽക്കാലികമാണ്, വീണ്ടും ഇത് പരിഹരിക്കപ്പെടും. അതുപോലെ കെയറർമാരുടെ ഡിപ്പെൻഡന്റ്മാരെ ഇനി കൊണ്ടുവരിക പ്രയാസമായിരിക്കും. ഇതുവരെ അവിടെ എത്തിയിരിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. പുതുതായി ഒരാൾ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഉയർന്ന ശമ്പളം കാണിക്കേണ്ടി വരും. ഡിപ്പെൻഡന്റ് വിസ കിട്ടുക വളരെ പ്രയാസമായിരിക്കും. അതേസമയം NHSലും മറ്റും ജോലി ചെയ്യുന്നവരുടെ അടിസ്ഥാന യോഗ്യത ഇപ്പോഴും കുറവാണെങ്കിലും അവർക്ക് അതിൽ തന്നെ തുടരാൻ കഴിയും. അവരുടെ യോഗ്യത വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡന്റ് വിസയുടെ കാര്യം അങ്ങനെ തന്നെയാണ്.
നിലവിൽ നേഴ്സിൻ്റെയോ കെയറുടെയോ ഒക്കെ ഡിപ്പെൻഡന്റ് UK ഉണ്ടെങ്കിൽ അവരുടെ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ നിലവിലുള്ള നിയമമനുസരിച്ച് തന്നെ അവരുടെ വിസ പുതുക്കാൻ കഴിയും. പുതിയ നിയമം നടപ്പിലായാലും അത് അവർക്ക് ബാധകമാവില്ല. സ്റ്റുഡന്റ് വിസയിൽ ആണ് ഗണ്യമായ മാറ്റം വന്നിരിക്കുന്നത്. സ്റ്റുഡന്റ് വിസക്കാർക്ക് 2024 മുതൽ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പ്രയാസമായിരുന്നു. വളരെ അപൂർവം ചില അവസരങ്ങൾ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. മാത്രമല്ല ഇവർക്കൊക്കെ പഠനം കഴിഞ്ഞാൽ 2 കൊല്ലം അവിടെ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ 2 കൊല്ലം 1.5 കൊല്ലമായി കുറച്ചിട്ടുണ്ട്. പഠനം കഴിഞ്ഞാൽ 1.5 കൊല്ലമേ PSW വിസ കിട്ടൂ. അതായത് 1.5 കൊല്ലമേ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടൂ. അവിടെ നിന്ന് സ്വിച്ച് ചെയ്യുക പ്രയാസമായിരിക്കും. ആ സ്വിച്ച് ചെയ്യണമെങ്കിൽ പുതിയ ഉയർന്ന സാലറിയും ഉയർന്ന യോഗ്യതയും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. സ്റ്റുഡന്റ് വിസ കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യുക പ്രയാസമായിരിക്കും. ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരിക പ്രയാസമായിരിക്കും. ഏറ്റവും സുപ്രധാനമായ മാറ്റം വരാൻ പോകുന്നത് പെർമനന്റ് റെസിഡൻസിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 5 വർഷം UK നിയമപരമായി ജോലി ചെയ്യുന്നവർക്ക്, വർക്ക് പെർമിറ്റ് ജോലി ചെയ്യുന്നവർക്ക്, അവരുടെ ആശ്രിതർക്ക് 5-ാം വർഷം പെർമനന്റ് റെസിഡൻസി കിട്ടാറുണ്ട്. സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് കിട്ടാറില്ല, ആ കാലാവധി കൂട്ടാറില്ല. വിസിറ്റ് വിസക്കാർക്ക് ഒരു യോഗ്യതയുമില്ല. സ്റ്റുഡന്റ് വിസയിലുള്ളവരും വർക്ക് പെർമിറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ 5 വർഷം കണക്കാക്കുന്നത്. ഈ 5 വർഷം അവിടെ തുടർച്ചയായി ജോലി ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ വിസ പുതുക്കേണ്ടതില്ല. അവരെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന രീതിയുണ്ട്. അത് 10 വർഷമാക്കി മാറ്റുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉള്ളവർക്ക് ബാധകമാവാനുള്ള സാധ്യതയില്ല. ബാക്കിയുള്ളവർക്ക് ഡോക്ടർമാര്, നഴ്സുമാര്, ഉയർന്ന ശമ്പളം വാങ്ങുന്നവർ തുടങ്ങിയവർക്കൊക്കെ ഇളവുണ്ടാവാം. നിയമം വരുമ്പോഴേ അറിയാൻ പറ്റും. ആ സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പൊതുവെ അല്ലാത്തവർക്കും ആശ്രിതർക്കും 10 വർഷം അവിടെ ജോലി ചെയ്താൽ മാത്രമേ PR കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത്തരത്തിൽ നിയമം വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, നിങ്ങൾ ഏതെങ്കിലും ഒരു വിസയിൽ UK പോകുന്ന ആളാണ് എന്ന് കരുതുക. വർക്ക് പെർമിറ്റിലോ, സ്റ്റുഡന്റ് വിസയിലോ, വിസിറ്റിംഗ് വിസയിലോ, അതായത് നിങ്ങൾ ഇന്ത്യയിലെയോ മറ്റേതെങ്കിലും ഒരു വിദേശത്തെയോ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടനിൽ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുകയോ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയായാൽ നാടുകടത്തും, വിസ റദ്ദ് ചെയ്ത് നാടുകടത്തും. ഇതുവരെ നിങ്ങളെ ശിക്ഷിച്ചാൽ, അതും 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ മാത്രമായിരുന്നു ബാധകമായിരുന്നത്. എന്നാൽ നിങ്ങളുടെ മേൽ ഒരു ക്രിമിനൽ കുറ്റം ചുമത്തിയാൽ നിങ്ങളെ നാടുകടത്തും എന്നതാണ് പുതിയ നിയമം. അത് ഏത് കേസും ആവട്ടെ, നിങ്ങളൊരു ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയായാൽ, നിങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചൊരു അപകടം ഉണ്ടാക്കിയാൽ ക്രിമിനൽ കുറ്റമാണ്. നിങ്ങളുടെ മേലെ ഒരു കുറ്റം ചുമത്തിയാൽ നിങ്ങൾ പ്രതിയാകും. അതേസമയം സ്പീഡ് ക്യാമറ അടക്കമുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ, സമ്മറി ക്രൈം, ഇതിൽ വരാനുള്ള സാധ്യത തീരെയില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്പീഡ് കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഴയടിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നിയമം വരുമ്പോഴേ അറിയാൻ കഴിയൂ. പക്ഷെ നിങ്ങൾ ഒരു ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയായാൽ നേരത്തെ 1 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിച്ചാൽ മാത്രമേ വിസ റദ്ദാകുമായിരുന്നുള്ളൂ, നാടുകടത്തുമായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയായാൽ ശിക്ഷിക്കാൻ കാത്തു നിൽക്കേണ്ട, നിങ്ങളെ നാടുകടത്തും. ശ്രദ്ധിക്കുക. ഭാര്യയും ഭർത്താവും ഒക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുത്താൽ അവരുടെ വിസ റദ്ദാക്കി പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവും. കരുതലോടെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. പഴയ പോലല്ല. ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലാണ് പ്രശ്നം. നിങ്ങൾ PR കിട്ടിയാലും കുഴപ്പമാകും, കാരണം ഇന്ത്യൻ പൗരത്വം നിലനിർത്തുകയാണ്. അതേസമയം ബ്രിട്ടീഷ് പൗരത്വം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. ഒരുപാട് പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. നിലവിലുള്ളവരെ ഇത് കാര്യമായി ബാധിക്കില്ല എന്നത് തന്നെ ആശ്വാസകരമായ സംഗതിയാണ്.